വീട്ടിൽ സംസാരിക്കണമെന്ന് ശൗന്ദര്യേച്ചി ഒന്ന് പറഞ്ഞല്ലോ. അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ അല്ല. എന്ത് വിചാരിക്കുന്ന കണക്കല്ലെന്ന്? നീ വിളക്ക് തൊട്ട് ഞങ്ങളെ തലയെ തൊട്ട് സത്യം ചെയ്തതല്ലേ ഇനി അവനോട്ടൊരു ബന്ധം ഉണ്ടാവത്തില്ലെന്ന്. നിങ്ങളുടെ രണ്ടാളെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടി വേറൊരാളുടെ ജീവിതം ഞാൻ തകർത്തപ്പോ ഒന്ന് പോയി ക്ഷമ ചോദിക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിട്ടാ ഞാൻ പോയത്. കഴിഞ്ഞ ആഴ്ച നിശ്ചയം കഴിഞ്ഞ് അടുത്ത മാസം കല്യാണം കഴിക്കട്ടെ പെണ്ണ കണ്ടവന്മാരോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുണ്ട്. എന്തോ പറയും നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കാരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞു എന്റെ ജീവിതം തന്നെ ബന്ധുക്കാർക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതായില്ലേ. പിന്നെ അമ്മയാ പറഞ്ഞ കണ്ടവൻ. പുള്ളി എനിക്കറിയാൻ തുടങ്ങിയിട്ട് 9 വർഷത്തിൽ കൂടുതലായി. അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എനിക്കറിയില്ല. ആളാ എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല. ആരാ എന്താണെന്നൊന്നും അറിയാത്ത ഒരാളുടെ കൂടെ ജീവിതം എന്നാ തീർക്കാൻ പോവുക. പിന്നെ ഈ പറഞ്ഞ കണ്ടവനുമായിട്ടൊന്ന് സംസാരിച്ചെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മേ.